പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അടക്കം 4 പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി പോലീസ്. ഓമല്ലൂരിൽ മന്ത്രി വീണ ജോർജ് പങ്കെടുക്കുന്ന പരിപാടിക്ക് മുന്നോടിയായാണ് കരുതൽ തടങ്കൽ. AV ജയശങ്കർ പത്തനംതിട്ടയിൽ ചെയ്യുന്നു. ജയശങ്കർ, എന്താണ് വിവരങ്ങൾ? മന്ത്രി എത്തും മുമ്പ് പ്രതിഷേധമുണ്ടാകുമെന്ന സാധ്യത കൂടി കണക്കിലെടുത്താണോ കരുതൽ? അതായത് സുഹേൽ, ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടൻ ഉൾപ്പെടെ 4 പ്രവർത്തകരെയാണ് നിലവിൽ പോലീസ് കരുതൽ തടങ്കലിലാക്കി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഓമല്ലൂർ ഭാഗത്ത് മന്ത്രി വീണ ജോർജിന്റെ വിവിധ പരിപാടികളുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെ പ്രദേശത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു കരുതൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ പ്രവർത്തകരെ ഓമല്ലൂരിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. 4 പ്രവർത്തകർ നിലവിൽ സ്റ്റേഷനിലുണ്ട്. ഓമല്ലൂരിൽ സംഘം ചേർന്ന് നിൽക്കുകയായിരുന്ന 4 പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയാണ് ഇങ്ങോട്ടേക്ക് എന്തായാലും കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. കാരണം തങ്ങൾക്ക് അവിടെ ചില പരിപാടികൾ ഉൾപ്പെടെ, അതായത് കോൺഗ്രസ് നേതാക്കളുടെ അടക്കം ചില പരിപാടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്, തങ്ങൾ പ്രതിഷേധിക്കാൻ വന്നതല്ല, തങ്ങളുടെ ഒരു സ്വാതന്ത്ര്യത്തെ പോലീസ് ഹനിക്കുകയാണ്, തങ്ങൾ പ്രതിഷേധിക്കാൻ എത്തിയതല്ല എന്നൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. പക്ഷേ പോലീസ് അത് അംഗീകരിക്കുന്നില്ല. മന്ത്രി വീണ ജോർജിനെതിരെയുള്ള പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് 4 പ്രവർത്തകരെ നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ നിലവിൽ എനിക്ക് പിന്നിലുള്ള പത്തനംതിട്ട സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ പരിപാടികളൊക്കെ അവസാനിക്കുന്ന മുറയ്ക്ക് മാത്രമേ പ്രവർത്തകരെ പുറത്തേക്ക് വിടൂ എന്നാണ് നിലവിൽ പോലീസ് എന്തായാലും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നതുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധങ്ങളാണ് മന്ത്രി വീണ ജോർജിനെതിരെ നടത്തിയത്. മന്ത്രിയുടെ വീട്ടിലേക്കും ഒപ്പം തന്നെ MLA ഓഫീസിലേക്കും ഒക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായുള്ള ഒരു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് മന്ത്രി ഇന്ന് ജില്ലയിലുള്ള സാഹചര്യത്തിൽ, മന്ത്രിയുടെ പരിപാടികളുള്ള സ്ഥലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സാന്നിധ്യം കണ്ട സാഹചര്യത്തിൽ ഇങ്ങനെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള 4 പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തിരിക്കുന്നത്. എന്തായാലും 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ചു നിന്നാണ് അന്ന് മന്ത്രിക്ക് ഒരു പരിപാടിയും നാട്ടിലുണ്ട്. എന്തായാലും മന്ത്രിയുടെ പരിപാടിക്ക് മുമ്പേ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് AV ജയശങ്കർ പത്തനംതിട്ടയിൽ നൽകിയത്.